വചനം ജഡമായി തീർന്ന ദൈവമേ, നിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് ഇടപെടുകയും വചനത്തെ ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും അവയെ സാംശീകരിച്ച് ജീവിത സാഹചര്യങ്ങൾ പ്രവർത്തന രംഗങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ നീ ഞങ്ങളെ സമർപ്പിതരാക്കുകയും ചെയ്യണമേ. വചനധ്യാനവും കേൾവിയും ഞങ്ങൾക്കെല്ലാവർക്കും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമുഖാന്തരമാകണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവരുടെ കേൾക്കണമേ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു, നോക്കൂ, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞു അവനെ വിട്ടയച്ചു. അവനെ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിനെ പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായകൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. സുവിശേഷങ്ങൾ വെച്ച് ഏറ്റവും ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നെ കരുതുന്നതത്രേ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം. സൗഖ്യദായകനായ യേശുവിനെ ദൈവം ലോകത്തിന് നൽകിയ സുവിശേഷമായി പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങൾ ഈ സുവിശേഷത്തിൽ നിബിഡമാണ്. നാം വായിച്ച 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 21-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം, 30-ാമത്തെ വാക്യം, 39-ാമത്തെ വാക്യം, 40 മുതലുള്ള വാക്യങ്ങൾ, ഇതെല്ലാം തന്നെ യേശു സൗഖ്യം നൽകുന്ന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നത് വിവരിക്കുകയാണ്. ഏറ്റവും ആദ്യം എഴുതിയ ഈ സുവിശേഷം തന്നെയാണ് സുവിശേഷങ്ങൾ വെച്ച് ഏറ്റവും ചെറുതായിട്ടുള്ള സുവിശേഷവും. ഈ ചെറിയ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ ഇത്രമാത്രം പ്രാധാന്യം നൽകി യേശുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയെ പ്രതിപാദിക്കുവാൻ എന്താണ് കാരണം? സൗഖ്യദായക ശുശ്രൂഷ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷമാണ് എന്ന വിശുദ്ധ മർക്കോസ് പ്രഘോഷിക്കുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ സഭ നിർവഹിക്കേണ്ടതായുള്ള ശുശ്രൂഷകളിൽ പ്രാധാന്യമർഹിക്കുന്ന ശുശ്രൂഷയാണ് സൗഖ്യദായക ശുശ്രൂഷ എന്നത് ഈ സുവിശേഷം നമ്മോട് അറിയിക്കുകയും ചെയ്യുന്നു. യേശു ആരാധിക്കുവാൻ പോയ ആരാധനാലയത്തിലും യേശു സന്ദർശിച്ചതായിട്ടുള്ള ഭവനത്തിലും യേശു പോയതായ ഗ്രാമങ്ങളിലും യേശു പോയ അതിർത്തി പ്രദേശങ്ങളിലും യേശു സൗഖ്യം നൽകുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടു എന്ന ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.
ഒരുവൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുവാൻ നമുക്കിടയാവുന്നത് അവൻ്റെ നിരൂപണങ്ങളും അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവൃത്തിയും മനസ്സിലാക്കാൻ ഇടയാവുന്നതിലൂടെയാണ്. തന്നെ ലോകത്തിന് നൽകപ്പെട്ട സുവിശേഷത്തെ വിശുദ്ധ മർക്കോസെ നമുക്ക് വരച്ചു കാട്ടുമ്പോൾ യേശുക്രിസ്തു മനസ്സിൽ എന്ത് ചിന്തിച്ചു, ലോകത്തോടെ എന്ത് പറഞ്ഞു, താൻ എന്ത് പ്രവർത്തിക്കുന്നതിനായിട്ട് താല്പര്യപ്പെട്ടു, ഇതെല്ലാം പ്രതിപാദിക്കുന്നതിനായി വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷത്തിലൂടെ ഒരുമ്പെടുന്നുണ്ട്. സുവിശേഷത്തിൽ ജീവിപ്പാനായി സുവിശേഷമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് കർത്താവിനെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും വിശുദ്ധ സഭയും. ഫുട് പ്രിൻറ്റ്സ് ഇൻ ദ സാൻഡ് എന്നുള്ള ചിത്രീകരണം വളരെയേറെ ആളുകൾ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പുതിയ പരിഭാഷ അടുത്ത സമയത്തെ കാണുന്നതിന് എനിക്കിടയായി. രണ്ടിൻ്റെയും തലക്കെട്ട് ഒന്ന് തന്നെയാണ്, പ്രതിപാദ്യ വിഷയം ഒന്ന് തന്നെയാണ്. ഇതിലും ഒരു ഭക്തനായ മനുഷ്യൻ ദൈവസന്നിധിയിൽ കാണുന്ന സ്വപ്നത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. രണ്ടാളുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. യേശുവും യേശുവിൻ്റെ വിളി കേട്ട് യേശുവിനെ അനുഗമിക്കുവാൻ താല്പര്യപ്പെടുന്ന മനുഷ്യന്. ഈ പുതിയ പരിഭാഷയിലും മണലിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ കാൽപാദങ്ങളുടെ ചിത്രീകരണമാണ് ലഭിക്കുന്നത്. യേശു മാടി വിളിച്ചത് കേട്ട് യേശുവിനെ അനുഗമിച്ചതായിട്ടുള്ള മനുഷ്യൻ ഇടറുന്നതായുള്ള കാൽപാദങ്ങളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നതും യേശുവിനോട് ചേർന്ന് നടക്കുന്നതുമെല്ലാം ഫുട് പ്രിൻറ്റ്സിൽ കൂടെ വിവരിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. യേശുവിനോട് ചേർന്ന് അല്പനേരം നടന്നപ്പോൾ വളരെ സുശക്തമായ കാൽപ്പാടുകൾ ആ മണൽത്തരികൾ ലഭിക്കുന്നതിന് യേശുവിനെ മാത്രമല്ല ഭക്തനായിട്ടുള്ള മനുഷ്യനെ ലഭിക്കുന്നതിനിടയായി. അല്പം കഴിയുമ്പോൾ യേശുവിൻ്റെ വലിയ കാൽപ്പാടുകൾക്കുള്ളിൽ ഈ ഭക്തനായ മനുഷ്യൻ്റെ കാൽപ്പാടുകൾ കാണുകയാണ്. കുറച്ചുകൂടെ മുൻപോട്ടേ പോകുന്ന അവസരത്തിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം പോലും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ലിവ് ദ ഗോസ്പൽ എന്ന വിഷയം ഈ കൺവെൻഷനിലൂടെ നാം പഠിക്കുന്നതിനായിട്ട് ശ്രമിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ജീവിതം, യേശു ക്രിസ്തു നമ്മിൽ ഉരുവായി നമ്മളിലൂടെ വെളിപ്പെടുന്നതായിട്ടുള്ള ജീവിതം, ഇത് ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ പൗലോസ് ഇത് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്നതത്രേ. ജീവിക്കാത്ത സുവിശേഷം സുവിശേഷമല്ല എന്ന് ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ യോഗങ്ങൾ നാം കേൾക്കുകയുണ്ടായി. യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ലോകത്തോടെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഇന്ന് ഈ ലോകത്തിൽ പ്രേക്ഷിത വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ക്രിസ്തു സഭയിലൂടെ വെളിപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉളവാകുവാൻ തക്കവണ്ണം സഭാജീവിതം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ മർക്കോസ് ഈ സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്നുള്ള വാക്യത്തോടു കൂടിയത്രേ സുവിശേഷം ആരംഭിക്കുന്നത്. 16 അധ്യായങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വിവരണങ്ങൾ യേശു ക്രിസ്തുവിൽ ലോകത്തിന് ദൈവം നൽകിയ സുവിശേഷത്തിൻ്റെ ആരംഭം മാത്രമാണ് എന്ന് പ്രതിപാദിക്കുന്ന, എന്നെ പറയുന്ന വേദപണ്ഡിതന്മാരുണ്ട്. എങ്കിൽ അതിൻ്റെ തുടർച്ച എവിടെ? ഇന്നത് ലോകത്തിൽ ദർശിക്കുന്നത് എവിടെ? കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലൂടെ തുടരേണ്ടതായ സുവിശേഷം, ഇന്ന് ലോകത്തിന് ദൃശ്യമാകേണ്ടതായുള്ള സുവിശേഷം, അതിലേക്ക് വിശുദ്ധ മർക്കോസ് ഈ സുവിശേഷത്തിലൂടെ വിരൽ ചൂണ്ടുകയാണ്. നാം വായിച്ച വേദഭാഗത്തിൻ്റെ ആദ്യ വാക്യത്തിൽ തന്നെ വിശുദ്ധ മർക്കോസ് നമ്മോട് പറയുന്നുണ്ട്, യേശു
ഒരു ഗ്രാമാതിർത്തിയിൽ ചെന്ന സാഹചര്യത്തിൽ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. Not only that Jesus Christ approached a leper, but the gospel is also telling us that Jesus Christ is approachable. കുഷ്ഠരോഗി താമസിക്കുന്ന സ്ഥലത്തേക്ക് യേശു ക്രിസ്തു ഇറങ്ങിച്ചെന്നു എന്ന് പ്രതിപാദിക്കുക മാത്രമല്ല, അതിർത്തികളിലേക്ക് കടന്നു ചെന്ന യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാനായിട്ട് ഒരു കുഷ്ഠരോഗിക്കും സാധ്യമായി തീർന്നു എന്നത് ഈ സുവിശേഷം നമ്മോട് പ്രഘോഷിക്കുന്നു. പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ചരിത്രത്തിൻ്റെ മധ്യത്തിൽ പ്രേക്ഷിത വൃത്തിയിൽ ഏർപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മനുഷ്യപുത്രനോ തലയായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമാഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. മനുഷ്യരെ തേടിയുള്ള യാത്ര യേശുവിൽ നാം കാണുന്നു. 1-ാം അധ്യായത്തിൻ്റെ തന്നെ 38-ാമത്തെ വാക്യത്തിൽ തൻ്റെ അടുത്ത് വന്ന ശിഷ്യന്മാരുടെ യേശു പറയുന്നുണ്ട്, നമുക്ക് അടുത്ത ഗ്രാമങ്ങളിലേക്കും പോകാം. കഴിഞ്ഞ ദിവസം താൻ പ്രവർത്തിച്ചതായുള്ള സ്ഥലത്തെ ധാരാളം ആളുകൾ, ധാരാളം രോഗികൾ യേശുവിനെ കാണുവാൻ, കേൾക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ എല്ലാം ചേർന്ന് വന്ന സാഹചര്യത്തിന് പിന്നാലെയുള്ള സംഭവമാണ്. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ആളുകൾ തിങ്ങിത്തിരക്കുന്ന സാഹചര്യത്തിൽ ശിഷ്യന്മാർ അന്വേഷിക്കുന്നുണ്ട്, യേശു എവിടെയാകുന്നു. അവർ അന്വേഷിച്ചു ചെന്നപ്പോൾ നിർജ്ജനമായുള്ള സ്ഥലത്ത് പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന യേശുവിനെ അവർ കണ്ടു. അവർ യേശുവിനോട് പറഞ്ഞു, നിന്നെ തിരക്കി ധാരാളം ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നു, വേഗം വന്ന് അവരെ സൗഖ്യമാക്കണം. അപ്പോൾ യേശു പറയുന്നുണ്ട്, എന്നെ അയച്ച പിതാവ് എൻ്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുമ്പോൾ, നിയന്ത്രിക്കുമ്പോൾ ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത് അടുത്ത ഗ്രാമങ്ങളിലേക്കും പോകുക എന്നത്രേ. അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സമീപ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യേശുവിൻ്റെ അടുത്ത് വരുന്ന ഒരു കുഷ്ഠരോഗിയെക്കുറിച്ചാണ് ഈ 40-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുന്നത്. യേശു അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്തു. സമൂഹത്തിന് പോകുവാൻ മതവും സമൂഹവും കൽപ്പിച്ചിരുന്നതായുള്ള അതിരുകളുണ്ടായിരുന്നു. എന്നാൽ യേശു അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനായിട്ട് ഒരുമ്പെടുകയാണ്. മതത്തിൻ്റെ നിയമസംഹിതകൾ മൂലം കിടന്ന് പെടയുന്നതായുള്ള ആളുകൾ അവരുടെ അടുക്കിലേക്കുള്ള യാത്രയാണ്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ട് ഏവരാലും തള്ളപ്പെട്ട നിലയിലായിരിക്കുന്ന മനുഷ്യരെ തേടിയുള്ള യാത്രയാണ്. യേശു ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിത ശൈലിയത്രേ അന്ന് സമൂഹം ദർശിച്ചത്. ഒരു പുതിയ കാഴ്ച, ഒരു പുതിയ വ്യക്തി എന്നതിനേക്കാളൊക്കെ അപ്പുറമായി വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും രൂപാന്തരത്തിന് വഴിയൊരുക്കുന്നതായിട്ടുള്ള ഒരു ഗുരുവിനെ, സൗഖ്യദായകനായിട്ടുള്ളൊരു യേശുവിനെ, തലമുറകൾ അവലംബിക്കേണ്ട ജീവിതശൈലി എൻ്റെ എന്ന ലോകത്തെ പഠിപ്പിച്ചതായിട്ടുള്ള ഒരു കർത്താവിനെ ലോകത്തിന് ലഭ്യമായിട്ട് തീരുകയാണ് ഇവിടെ. ഈ സുവിശേഷത്തിൽ തന്നെ 10-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യേശു പുരുഷാരവുമായി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് പോവുകയാണ്. അവൻ എരിഹോവിൽ കൂടെ കടന്നു പോകുമ്പോൾ, ധാരാളം ആളുകൾ തന്നോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ, തിടുക്കത്തിൽ അവരെ എത്തിച്ചേരുവാനായിട്ട് എല്ലാവരും താല്പര്യപ്പെടുമ്പോൾ, വഴിയരികിലിരിക്കുന്ന തിമായിയുടെ മകൻ ബർത്തിമായി എന്ന് നാം വിളിക്കുന്നതായിട്ടുള്ള വ്യക്തി, അവൻ്റെ പേരങ്ങനെയല്ല, തിമായിയുടെ മകൻ എന്നത്ര എൻ്റെ അർത്ഥം, നസ്രാനായ യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുമ്പോൾ കൂടെയുള്ള ശിഷ്യന്മാരും ജനങ്ങളും അവനെ ശാസിക്കുകയാണ്, മിണ്ടരുത്, ഗുരുവിന് എത്രയും വേഗം യെരുശലേമിൽ എത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഗുരു നിൽക്കുന്നു. അന്നുണ്ടായിരുന്ന സമൂഹത്തിൻ്റെ ജീവിതശൈലിയിൽ നിന്ന് വ്യത്യസ്തമായുള്ളൊരു ജീവിതശൈലി ജീവിതത്തിലൂടെ വരച്ചു കാട്ടുവാൻ താല്പര്യപ്പെടുന്നതായുള്ള യേശു അവിടെ നിന്ന് അവനെ വിളിക്കുക എന്നത് ആവശ്യപ്പെടുക. ചുരുക്കത്തിൽ പറയട്ടെ, പെരുന്നാളിൽ സംബന്ധിക്കുവാൻ തൻ്റെ യാത്രയിൽ തനിക്ക് ആവശ്യമായിരിക്കുന്നത് ഈ വഴിയരികിൽ തള്ളപ്പെട്ടവനായി ഭിക്ഷയാവിച്ചുകൊണ്ട് എന്നും ഇരിക്കുന്നതായുള്ള മനുഷ്യൻ,
ദൈവത്തിൻ്റെ കരുണകൾക്കായിട്ട് യാചിക്കുമ്പോൾ അവനുമായിട്ടാണ് ദേവാലയത്തിൽ പോകേണ്ടത് എന്നത് യേശു മനസ്സിലാക്കുകയും അവനെ സൗഖ്യമാക്കുകയും അവനോട് ചേർന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്ന സംഭവമാണ് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം നാം വായിക്കുമ്പോൾ 46 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ലിവ് ദ ഗോസ്പൽ, കർത്താവായ യേശു ക്രിസ്തു ലഭ്യമായ സുവിശേഷം ലോകത്തിൽ ജീവിപ്പാൻ യേശു വിളിച്ച് വേർതിരിച്ചതായുള്ള ശിഷ്യഗണങ്ങൾ, അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ അവർ ആരാധനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഇരിക്കുന്ന മുടന്തനായുള്ളൊരു മനുഷ്യനെ കാണുന്നു. എരിഹോവിൻ്റെ പ്രാന്തപ്രദേശത്ത് നസ്രായനായ യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചതായുള്ള മനുഷ്യനെയും കൊണ്ട് യെരുശലേമിൽ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ പോയതായുള്ള യേശുവിനെ അനുഗമിക്കുന്നതായുള്ള ഈ അപ്പോസ്തലന്മാർ ദേവാലയ കവാടത്തിൽ ഇരുത്തിയിരിക്കുന്ന ഒരു മനുഷ്യനെ, മുടന്തനായ മനുഷ്യനെ ദർശിച്ചപ്പോൾ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ നസ്രായനായ യേശുവിനെ നൽകുക മാത്രമല്ല, അവനെ ലഭിച്ചതായുള്ള സൗഖ്യത്തിൽ അവൻ സന്തോഷിച്ച് ആഹ്ലാദിച്ച് തുള്ളിച്ചാടി ദേവാലയത്തിനുള്ളിൽ ആരാധിക്കുന്നതിനായിട്ട് പ്രവേശിച്ചപ്പോൾ അവനോട് ചേർന്ന് ആരാധിക്കുന്നതിലുള്ള സംതൃപ്തി അവർ കണ്ടെത്തുന്നതിനായിട്ട് ആഗ്രഹിച്ചു, സാധ്യമായിട്ട് തീർന്നു എന്ന് നാം വായിക്കുന്നു. ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായുള്ള യേശു അതിർത്തികൾക്കപ്പുറത്ത് തള്ളപ്പെട്ടിരിക്കുന്ന ജനമധ്യത്തിലേക്കും ചെല്ലുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അവിടേക്ക് യേശു ഇറങ്ങിച്ചെല്ലുക മാത്രമല്ല, തള്ളപ്പെട്ടിരിക്കുന്നതായുള്ള വ്യക്തികൾക്ക് തൻ്റെ അടുത്ത് വരുവാനായിട്ടുള്ള അനുവാദവും യേശു നൽകി. ഒരു കുഷ്ഠരോഗിക്ക് സമൂഹത്തിൽ ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരുവാൻ അനുവാദമില്ലായിരുന്നപ്പോൾ യേശുവിൻ്റെ അടുത്ത് വരുവാനായിട്ട് ഈ മനുഷ്യൻ താല്പര്യപ്പെട്ടത് യേശുവിൻ്റെ അടുത്തത് സാധ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് യേശു ഒരു ദേശത്തേക്ക് മാത്രമല്ല, ആ ദേശത്തെ മനുഷ്യരുടെ മധ്യത്തിലേക്കും യാത്ര ചെയ്തതായിട്ടുള്ള യേശുവാണ്. ഒരു ദേശത്തെ അറിയുക എന്നതിലപ്പുറമായി ആ ദേശത്തിൻ്റെ ജനതയെ അറിയുവാൻ തക്കവണ്ണം ഇന്ന് നമുക്ക് പ്രാദേശിക ഇടവയ്ക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ടോ? മനുഷ്യനെ അവൻ്റെ വികാര വിചാരങ്ങളോടുകൂടെ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ആൻറ്റോക്കറെ എഴുതി പ്രസിദ്ധീകരിച്ചതായുള്ള ഇംഗ്ലീഷിലെ പുസ്തകം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാന്തമാൽ തീയിൽ തിളങ്ങിയ വിശ്വാസം എന്നുള്ള പുസ്തകം ഈ ദിവസങ്ങളിൽ പലരുടെയും കരങ്ങളിൽ ലഭിക്കുകയുണ്ടായി. അവിടേക്ക് ഗ്രന്ഥകാരൻ കടന്നു ചെല്ലുമ്പോൾ ആ പ്രദേശത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളെ കാണുവാനായിട്ട് മാത്രമല്ല താല്പര്യം, അനിഷ്ട സംഭവങ്ങൾക്ക് ഇരയായി തീർന്ന മനുഷ്യരുടെ രോദനങ്ങൾ കേൾക്കുവാൻ, അവരുടെ കരച്ചിൽ കേൾക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ തൊട്ടറിയുകയും ചെയ്യുവാൻ താല്പര്യപ്പെടുന്നതായുള്ള വ്യക്തി അവിടെ 90-ലധികം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു, 250 പള്ളികൾ തകർത്തു, 500 ക്രിസ്തീയ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു, 50,000 അധികം ക്രിസ്തീയ വിശ്വാസികൾ ഭവനരഹിതരായി എന്നതൊക്കെ പ്രതിപാദിക്കുമ്പോൾ തനിക്ക് പറയുന്നതിനായിട്ടുള്ളത് മനുഷ്യരുടെ ജീവിത അനുഭവങ്ങളാണ്. സഭ, പ്രാദേശിക ഇടവക ജനമധ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഇടവകയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ഒരു പ്രദേശത്ത് അല്പം സ്ഥലം കിട്ടിയാൽ അവിടെയുള്ള വിശ്വാസികൾക്ക് എല്ലാവർക്കും കൂടി പണം സമാഹരിച്ചൊരു ദേവാലയം മനോഹരമായിട്ട് നിർമ്മിക്കുവാനായിട്ട് സാധിച്ചാൽ, അവിടെ ക്രമമായിട്ട് ആരാധന നടക്കുന്നതിനായിട്ട് ഇടയായി തീർന്നാൽ സംതൃപ്തരായി തീരുന്ന മനോഭാവമാണ് പലപ്പോഴും എന്നിലും നിങ്ങളിലുമുള്ളത്.